അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ആദ്യം 1/2-ഉം 1/3-ഉം എത്രയാണെന്ന് നോക്കാം. ഓക്കെ ആണേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? അംശത്തിൽ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും. അതേപോലെ 10/3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് വരാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1/4. അതേപോലെ രണ്ടാമത്തത് 2/5, മൂന്നാമത്തത് 2/4, അടുത്തത് 1/6. എന്ത് ചെയ്യാം? അംശത്തിൽ 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ടു. ഓക്കെ. ഇനി എത്ര തവണ? ഏകദേശം 2 അല്ലേ? 8 വരും. പിന്നെ ബാലൻസ് 2 വരും, പോയിൻ്റൊക്കെ വരും. അത് നമുക്ക് ചെയ്യേണ്ട. ഏകദേശം എത്ര വരുമെന്ന് നോക്കിയാൽ മതി. 2 വരും. അടുത്തത് 5 × 4 = 20. അപ്പോൾ 4 കൊടുക്കാം. ഇവിടെ എത്ര മക്കളെ വരുന്നത്? ഇവിടെ 5 × 4 എത്ര എന്ന് പറയുന്നത്? 20. അടുത്തത് നോക്കിക്കേ, 6 എന്ന് പറയുമ്പോൾ ഏകദേശം 2 വരും. 2 വരും. നമുക്ക് ഈ 5-നും 3-നും ഇടയിലുള്ള സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്തായാലും 2 അല്ല, അതായത് ഈ 1/4 അല്ല. ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ ഇതും അല്ല, അതായത് 1/6 അല്ല. ഇനി നമുക്കുള്ളത് ഇത് 2 ഇതിന് ഇടയിലെന്നല്ലേ പറഞ്ഞത്? 5-നും 3-നും ഇടയിൽ വരുന്ന സംഖ്യയാണ്. അപ്പോൾ എന്തായാലും 5 അല്ല, 2/4 അല്ല. ഇനി ആരേ ഉള്ളൂ? 2/5 ഉള്ളൂ. അപ്പം ഇവിടെ 4 നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ ഏതാണ്? 2/5 ആണ്. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 2/5.